നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും വിജയ വഴിയിലേക്ക് തിരികെ എത്തുമ്പോൾ ആ കളിയിൽ ബിഗ് ഇമ്പാക്റ്റാണ് കെവിൻ ഡി ബ്രൂയിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സെപ്റ്റംബറിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടാണെന്ന കാര്യം ഓർക്കുക. 31 മിനിറ്റിനുള്ളിൽ തന്നെ ഗോളും അസിസ്റ്റുമായിട്ട് കളി അങ്ങ് പിടിച്ച് കഴിഞ്ഞിരുന്നു KDB. കളിക്ക് ശേഷം പെപ് ഗാർഡിയോള അത് എടുത്തു പറയുന്നുണ്ട്, ഐ ആം ഹാപ്പി ഫോർ കെവിൻ ഡി ബ്രൂയിനെ. അവൻ ബെസ്റ്റായത് ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം ഹീസ് എ ലവ്ലി ഗായ്. മാസീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ് അവൻ ഞങ്ങളുടെ ടീമിൽ. അവൻ ഇവിടെ എത്തിയതിന് ശേഷമുള്ള ഒരുപാട് വർഷങ്ങളിൽ അവൻ മാസീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ. അവൻ ഫിറ്റാവുമ്പോൾ ഹീസ് സോ ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് എന്നാണ് ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം പെപ് ഗാർഡിയോള പറഞ്ഞത്. പെപ്പിൻ്റെ വാക്കുകളെല്ലാം ഉണ്ട്. ഫിറ്റായ KDB അതേത് ടീമിനെയും വിറപ്പിക്കാൻ കെൽപ്പുള്ള ഒരായുധമാണ്. അതാണ് പെപ് ഗാർഡിയോള ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇന്നലെ അങ്ങ് എടുത്ത് പ്രയോഗിച്ചത്. അതിൻ്റെ റിസൾട്ട് നമ്മൾ കളിക്കളത്തിൽ കാണുകയും ചെയ്തു. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ 74 മിനിറ്റാണ് കെവിൻ ഡി ബ്രൂയിനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ കളിക്കളത്തിലുണ്ടായിരുന്നത്. 60 ടച്ചുകൾ, 1 ഗോള്, 5 ഷോട്ടുകൾ ഉതിർത്തതിൽ 3 ഓൺ ടാർഗറ്റ്, 1 അസിസ്റ്റ്, 4 കീ പാസുകൾ, 32 പാസുകളിൽ 20 ലക്ഷ്യത്തിലേക്ക് 8.9 ആയിരുന്നു അദ്ദേഹത്തിന് sofascore.com നൽകിയ റേറ്റിംഗ്. എന്തായാലും സിൻസ് സെപ്റ്റംബർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അതുതന്നെ KDB പൊളിച്ചടുക്കി. ഇങ്ങനെ ചില താരങ്ങളുണ്ട്, അവർ കളിക്കളത്തിലുണ്ടെങ്കിൽ ആ ടീമിൻ്റെ ലെവൽ തന്നെ അങ്ങ് മാറും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.